ഗുഡ് ഈവനിങ്. ഇന്ന് റേഞ്ച് ഉണ്ടല്ലേ? ഹലോ. ഹലോ. ഇന്ന് കുഴപ്പമില്ല. ആ ഹായ്. സ്ക്രീൻ കാണാൻ പറ്റത്തില്ലല്ലോ അല്ലേ? സ്ക്രീൻ ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഹൗ വാസ് യു ഡേ ടുഡേ? ഓക്കെ. ആ ഗുഡ് ഡേ. വാസ് ഇറ്റ് എ ഹെക്ടിക് ഡേ? ഭയങ്കര. എന്താണ്? കേട്ടില്ല. വാസ് ഇറ്റ് എ ഹെക്ടിക് ഡേ എന്ന്? ഭയങ്കര ധൃതിയും വെപ്രാളവും പരവേശമൊക്കെ പിടിക്കുന്ന ഒരു ഒരു ഭയങ്കര വർക്ക് നോ, കൂടിപ്പോയ അല്ല അല്ല. നോ, ദിവസമായിരുന്നു തോന്നുന്നു. നോ, അല്ല. നോ, നോ. നോ, നോർമൽ ഡേ. ഇറ്റ് വാസ് എ നോർമൽ റിലാക്സിങ് കൈൻഡ് ഓഫ് ഡേ. യെസ്, യെസ്. അപ്പൊ ഇന്നലെ നമ്മൾ എവിടെയായിരുന്നു നോക്കിയത്? ത്രീ റൂൾസ് ഇത് കഴിഞ്ഞായിരുന്നു. നമ്മൾ ദിസും ദിവസമൊക്കെ വെച്ച് കുറെ ദിവസം ആ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്തു. അതെ. കഴിഞ്ഞു, ഇന്നലെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞല്ലേ? കഴിഞ്ഞു കഴിഞ്ഞു. ആ, അപ്പൊ ഞാൻ കുറച്ച് ഇത് കഴിഞ്ഞ് ചോദ്യങ്ങൾ. കുറച്ച് സെന്റൻസ് നോക്കിയായിരുന്നു. ആ, കുറച്ച് സെന്റൻസ് ഇന്നലെ ചെയ്തായിരുന്നു. എങ്കിലും ഞാൻ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ഡെയിലി ഇതേപോലെ ചോദിക്കുമ്പോ ഇസിൻഡിറ്റൊക്കെ വെച്ച് പറയാൻ പറ്റില്ല. ഓക്കെ. ഓക്കെ. ആ, അവ അവ പൂച്ചകളല്ലേ? ആർ ഇൻ ദോസ് ക്യാറ്റ്സ്? ആ, വെരി ഗുഡ്, കറക്റ്റ്. നല്ലപോലെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നല്ലേ? ആ, ഈ- ഇവ ആ, ഇവ മനുഷ്യരാണോ? ഈസ് ദോസ് ഹ്യൂമൻസ്? ഇവ മനുഷ്യരാണോ? ഈസ് ദോസ് ആർ ഹ്യൂമൻസ്? അതെങ്ങനെ വരും? ഇവ മനുഷ്യരാണോ എന്ന് പറയുമ്പോ ഇവയാണ് ഓൾറെഡി. ഇവ. ആ, ഈസ് ഈസ് ദീസ് ആർ ഹ്യൂമൻസ്? അവിടെ ഇസ് അങ്ങനെയാണോ? വരത്തില്ലല്ലോ. ആർ ദീസ് ഹ്യൂമൻസ് എന്നല്ലേ? ആ ആ അതെ അതെ അതെ. ആർ കാരണം ദീസ് ഹ്യൂമൻസ്? അവർ മനുഷ്യരാണോ, കുറെ മനുഷ്യരെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഇസ് ദിസ് എ ഹ്യൂമൻ വന്നേ. ഓക്കെ. ഓക്കെ. ഇതൊരു എക്യുപ്മെന്റ് ആണോ? ഈസ് ദിസ് എ എക്യുപ്മെന്റ്? ഈസ് ദിസ് എ എക്യുപ്മെന്റ് ആണോ? ആൻ എക്യുപ്മെന്റ്. എ അല്ലേ സൗണ്ട്? ആ ആ ബവൽ ബവൽ സൗണ്ട് കൂടെ നോക്കണേ പറയുമ്പോ. ഓക്കെ ഓക്കെ. ഓക്കെ, ഓക്കെ. കുഴപ്പമില്ല. ഉം, അവ ബക്കറ്റുകളാണോ? ആർ ദോസ് അവ ബക്കറ്റുകളാണോ? ആ, ആർ ദോസ് ബക്കറ്റ്സ്? ആർ ദോസ് ബക്കറ്റ്സ്. ആ, നമ്മൾ ഈ പറയുമ്പം പ്ലൂറൽ തന്നെ യൂസ് ചെയ്യണം. ബക്കറ്റ് എന്നല്ല, ബക്കറ്റ്സ്. ആ, ശരി ശരി. ആ, അടുത്തത്. ആ, ഇവ ബോക്സുകളല്ലേ? ഇതുകൂടെ കൊണ്ട് തീർക്കാൻ നോക്കും. ഇവ ബോക്സുകളല്ലേ? ആർ ഇൻ ദീസ് ആർ ഇൻ ദീസ് ബോക്സസ്? വെരി ഗുഡ്. ആ, അപ്പം ഇതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതിയേ. എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്കൊക്കെ ഓക്കെ. നോക്കിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഒന്നും കൂടെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് എന്ന് പറയുമ്പോ ഇത് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിയിട്ട് ഒരു സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യാം. ദിസ് ദാറ്റ് ദീസ് ദോസ്. ഓക്കെ ഓക്കെ ഇനി അടുത്തത് നമ്മൾ ഓക്കെ. നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ്. നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് കഴിഞ്ഞില്ലായിരുന്നോ ഇന്നലെ? വാട്ടും വിച്ചും കഴിഞ്ഞായിരുന്നു. ആ ആദ്യത്തെ രണ്ടെണ്ണം കഴിഞ്ഞു. ഇല്ല, ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞു, ഈ സ്ലൈഡ് കഴിഞ്ഞു. പാട്ടും വെച്ചും ആ, കഴിഞ്ഞു. ആ. അപ്പം ഫെബിൻ പറയാണ് നമ്മള് മറ്റേ സെന്റൻസിന്റെ അതാണ് കഴിഞ്ഞതെന്ന്. ഞാൻ ഓർത്ത് അതല്ലല്ലോ. ഞാൻ ഓർത്തില്ല. ഓക്കെ, ഓക്കെ. ദെൻ ഇന്ന് നമ്മൾ നോക്കുന്നത് വെന്നും വൈയും ആണ്. അതിന്റെ നോട്ട്സ് എനിക്ക് ഷെയർ ചെയ്യണം കേട്ടോ. ഇത് എഴുതി ഇതിന്റെ ഫോമാറ്റ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. വാട്ട്സ് യുവർ ഷർട്ട്സ് കളർ കുറച്ച് ഓക്കെ. ചോദ്യങ്ങളോട് ചോദിച്ചിരുന്നു. വിച്ച് ബുക്ക് ഡു യു നീഡ്? ഏത് ബുക്കാണ് നിനക്ക് വേണ്ടത്? വിച്ച് പെൻ ഡു യു ഹാവ്? ഏത് പേനയാണ് നിനക്കുള്ളത്? അപ്പൊ വിച്ച് വെച്ച് ഈ ഉള്ളത് എന്നുള്ള രീതിയിൽ ഈ ഒരു ലാസ്റ്റ് ഫോമാറ്റ് വെച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചേ. വിച്ച് ഡ്രസ് ഡു യു ഹാവ്? വിച്ച് ഡ്രസ് ഡു യു ഹാവ്? വെരി ഗുഡ്. വിച്ച് വിച്ച് കാർ
ഡു യു ഹാവ്? ആ ശരി. അടുത്തത് വിച്ച് ബുക്ക് ഡു യു നീഡ് വെച്ച്. ഉം. അയ്യോ, ഏതാ? വിച്ച് ബുക്ക്, ഏത് ബുക്കാണ് നിനക്ക് വേണ്ടത്? അപ്പൊ ബുക്കിന് പകരം വേറെ എന്തെങ്കിലും ഇട്ടാ. അതിനെക്കുറിച്ച് വേറെ അത് പെട്ടെന്നതും കിട്ടുന്നില്ല. ഉം, ഉം. വിച്ച് പേപ്പർ ഡു യു നീഡ്, വിച്ച് എക്യുപ്മെന്റ് ഡു യു നീഡ്, വിച്ച് ഓ, ഷിഫ്റ്റ് ഡു യു നീഡ് അല്ലെ. ഫെബിന്റെ ഷിഫ്റ്റ് ഷിഫ്റ്റ് വർക്ക് ഓക്കെ. ആണെങ്കിൽ വിച്ച് ഷിഫ്റ്റ് ഡു യു നീഡ്. ചിലപ്പം മാനേജർ യു ആ, ക്യാൻ ആസ്ക് യു ദിസ് ക്വസ്റ്റ്യൻ, ഏത് ഷിഫ്റ്റ് ആണ് ഫെബിന് വേണ്ടത്, വിച്ച് ഷിഫ്റ്റ് ഡു യു നീഡ്. അങ്ങനെ ചോദിക്കുക വിച്ച് കുറച്ച് എംപ്ലോയി? ക്വസ്റ്റ്യൻ. വിച്ച് എംപ്ലോയി ഡു യു നീഡ് അല്ലെ, അങ്ങനെയൊക്കെ ചോദിക്കുക. ഓക്കെ. അല്ല, ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു ഈ എംപ്ലോയിയുടെ കാര്യം. ഓ ശരി ശരി. പക്ഷെ അതിൽ എക്സ്പേർട്ട് ആകണമെങ്കിൽ അതിൽ കുറെ യൂസ് ചെയ്യണം. ദെൻ ഓൺലി യു വിൽ ആ, സ്പോണ്ടേനിയസ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് മാക്സിമം എനിക്ക് അയച്ചു തരണം കേട്ടോ, ഫ്രീ ആകുമ്പോൾ. ആ, ഓക്കെ. ആ, ഓക്കെ. ഓക്കെ. എനിക്ക് വേണ്ടിയിട്ടല്ല, വെബിന് ഫോമാറ്റ് ആ, ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ആ, ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വെന്നും വൈയും ആണ്. വെൻ എപ്പോഴാണ്, എപ്പോൾ. വൈ, ഉം. വൈ ആർ യു സാഡ്, എന്താണ്, എൻ- എന്തുകൊണ്ട്. എന്താണ്? ആ ദേ ഇവിടെ എല്ലാത്തിന്റെ മലയാളം ഞാൻ കൊടുത്തിട്ടുണ്ട്. വെൻ എന്ന് പറയുമ്പോൾ എപ്പോൾ, വൈ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട്. ഓക്കെ. അപ്പോ വെൻ ഇസ് യുവർ എക്സാം, വെൻ ഇസ് യുവർ വെഡിങ്, വെൻ ഇസ് യുവർ ട്രെയിനിങ്. എപ്പോഴാണ്, എന്നാണ്, വെൻ. ഓക്കെ. സോ ആസ്ക് മീ സം ക്വസ്റ്റ്യൻസ് വിത്ത് വെൻ ഇസ് യുവർ എക്സാം. അവിടെ നമ്മള് വെൻ ഇസ് യുവർ വേറെ എന്തെങ്കിലും ഒരു വേർഡ് കൊടുത്താൽ മതി. ഉം, വെൻ ഈസ് യുവർ ട്രെയിൻ? ആ എത്ര മണിക്കാണ്, എപ്പോഴാണ് ട്രെയിൻ. ആ ഓക്കെ, ഇറ്റ്സ് അറ്റ് 11 o'clock, 11 o'clock. സ്പീഡി സ്പീഡ് ചോദിച്ചു പോകുക. വെൻ വെൻ ഈസ് യുവർ ബർത്ത്ഡേ? ആ വെൻ ഇസ് യുവർ ബർത്ത്ഡേ. അടുത്തത് വെൻ ഈസ് യുവർ എക്സാം? അതിവിടെ ഉണ്ടല്ലോ. വെൻ ഇസ് യുവർ എക്സാം, വെൻ വെൻ ഇസ് ഈസ് യുവർ യുവർ, റിസൾട്ട്? വെൻ ഇസ് യുവർ റിസൾട്ട്. ആ എപ്പോഴാണ് റിസൾട്ട് പബ്ലിഷ് ആവുക. ആ അത് മനസ്സിലായല്ലോ അല്ലെ. കുറച്ച് ആ, ക്വസ്റ്റ്യൻസ് എനിക്ക് മനസ്സിലായി, മനസ്സിലായി. അയച്ചാൽ മതി. അടുത്തത് വെൻ ആ, ഇസ് യുവർ ഓക്കെ, ഓക്കെ. ട്രെയിനിങ്. അത് നമ്മൾ ING കൊണ്ട് എൻഡ് ചെയ്യുന്നത് കൊണ്ട് അല്ലാത്തത് കൊണ്ട്. വെൻ ഇസ് യുവർ ട്രെയിനിങ്, വെൻ ഇസ് യുവർ എന്താ വെഡിങ് എന്നൊക്കെ ചോദിക്കാനായിട്ട്. കല്യാണം എന്നാണ്, ഓക്കെ. വെൻ ഇസ് യുവർ വെഡിങ്. ആ പിന്നെന്താ, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കണം. ഇത് രണ്ടും വെൻ കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തത് വൈ അറിയായിരിക്കുമല്ലോ, എന്തുകൊണ്ടാണ്, വൈ ആർ യു സാഡ്. ഓക്കെ. എന്തുകൊണ്ടാണ്, എന്താണ് ഇത്ര പേടി, അല്ലെങ്കിൽ എന്താണ് ഇത്ര ടെൻഷൻ. വൈ, അത് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും, എന്താണ്. വൈ ആർ യു ടെൻസ്ഡ്? വൈ ആർ യു നെർവസ്, വൈ ആർ യു ടെൻസ്ഡ്, വൈ ആർ യു, എന്താണ് ഉത്കണ്ഠ, ഉത്കണ്ഠയായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്നത്, വറീഡ് ആയിട്ടിരിക്കുന്നത്. വൈ ആർ യു ഓക്കെ. സോ വറീഡ് ചോദിക്കത്തില്ലേ. അതെ, അതെ. ആ വൈ ആർ യു ഫിയർ? വൈ ആർ യു, ഫിയർ. വൈ ആർ യു സോ അഫ്രൈഡ്. വൈ ആർ യു ഹാവിങ് ഫിയർ. വൈ ആർ യു ഫിയർ എന്ന് ചോദിക്കത്തില്ല, വൈ ആർ യു അഫ്രൈഡ്, എന്തിനാണ്, എന്തുകൊണ്ടാണ് പേടിക്കുന്നത്. ഫിയറിന്റെ വേറൊരു പേരാണ് അഫ്രൈഡ്. വൈ ആർ യു സ്കെയർഡ് എന്നൊക്കെ ചോദിക്കാം. അഫ്രൈഡ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഫോമാറ്റ് ആണ് വൈ ആർ യു കോളിംഗ് ഹിം, വൈ ആർ യു വാച്ചിങ് മീ, വൈ ആർ യു സിംഗിങ് ലൈക്ക് ദാറ്റ്, വൈ ആർ യു ഡാൻസിങ്. അങ്ങനെ ING ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് വേർഡ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ. വൈ ആർ യു ലിസ്ണിംഗ് ടു ദാറ്റ് മ്യൂസിക്, വൈ ആർ യു ഓക്കെ. വാച്ചിങ് ദാറ്റ് മൂവി. അങ്ങനെ ഇങ്ങോട്ട് ചോദിക്കും, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കൂ. എന്തിനാണ് നീ അവനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത്, അത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും.
വൈ ആർ യു ഇൻസൾട്ടിങ് ഹിം? വൈ ആർ യു ഇൻസൾട്ടിങ് ഹിം അല്ലേ? അതെ, ആ കറക്റ്റ് അതെ, ആണോ? കറക്റ്റ്, കറക്റ്റാ, കറക്റ്റാ. അപ്പൊ അത് നമ്മളുടെ റിയൽ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യണം, മനസ്സിലായോ? അത് ഇപ്പം ഫെബിന്റെ ഓക്കെ ഓക്കെ. വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ചോദിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. അത് ഫെബിനല്ലേ പറയുന്നത്. വൈ ആർ യു, ഓക്കെ. എന്തിനാണ് ഇത്ര റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നത്, അതെങ്ങനെ പറയും? വൈ ആർ യു ലേറ്റ് വരുന്നത് മുകളിലല്ലേ? വൈ ആർ യു ലേറ്റ്, വൈ ആർ യു ലേറ്റ് എന്ന് ചോദിക്കണം, മേലത്തെ. ഓക്കെ. വൈ ആർ യു ഓക്കെ ലേറ്റ് ഓക്കെ. ചോദിക്കാം. വൈ ആർ യു ബിഹേവിങ് ലൈക്ക് ദിസ്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? വൈ ആർ യു ബിഹേവിങ് ലൈക്ക് ദിസ്? ഓക്കെ അങ്ങനെ ഓക്കെ. കുറച്ച് വേർഡ്സ് യൂസ് ചെയ്ത് അയക്കുക. പിന്നെ വൈ ഡിഡ് യു, ഓക്കെ. ആ എന്തിനാണ് നീ ഡ്രൈവ് ചെയ്തത്? അപ്പൊ ഈ ഡ്രൈവിന് പകരം വൈ ഡിഡ് യു സീ ഹർ, വൈ ഡിഡ് യു ടോക്ക് ടു ഹർ, അല്ലെങ്കിൽ വൈ ഡിഡ് യു, വേറെന്ത് ചോദിക്കാൻ പറ്റും? വൈ എന്തുകൊണ്ടാണ്? ഡിഡ് യു ബീറ്റ് ഹർ? വെരി ഗുഡ്. എന്തിനാണ് അവളെ അടിച്ചത്? മനസ്സിലായല്ലോ, ഇപ്പൊ കിട്ടിയില്ലേ? മനസ്സിലായി. ആ കിട്ടി കിട്ടി. നീ എന്തിനാണ് അവളെ കണ്ടത്, അതെങ്ങനെ ചോദിക്കും? വൈ ഡിഡ് യു സോ ഹർ? സീ ഹർ. നമ്മൾ ഡിഡ് സീ എപ്പോ ഹർ. യൂസ് ചെയ്താലും വേർബിന്റെ ആദ്യത്തെ ബേസിക് ഫോം യൂസ് ചെയ്താൽ മതി. ഡിഡ് യു നോ, നിങ്ങൾക്ക് അറിയാമോ? ഓക്കെ ഡിഡ് യു സീ, നീ കണ്ടോ? ഡിഡ് യു ഹിയർ, നീ ഓക്കെ കേട്ടോ? ഓക്കെ. അപ്പൊ ഓക്കെ ഓക്കെ. നീ എന്തിനാണ് അവളെ മീറ്റ് ചെയ്തത്, അപ്പൊ അതെങ്ങനെ ചോദിക്കും? വൈ ഡിഡ് യു, വൈ ഡിഡ് യു മീറ്റ് ഹർ? യെസ്, ദാറ്റ്സ് ഇറ്റ്. എന്തുകൊണ്ടാണ് നീ ഫാസ്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്തത്, വണ്ടി വൈ ഓടിച്ചത്? ഡിഡ് യു ഡ്രൈവ് ഡ്രൈവ്, ഫാസ്റ്റ്? വൈ ഡിഡ് യു ഡ്രൈവ് സോ ഫാസ്റ്റ്, അല്ലെങ്കിൽ വൈ ഡിഡ് യു ഡ്രൈവ് ഫാസ്റ്റ്? ക്ലിയർ. ഡ്രൈവിംഗ് ഫാസ്റ്റ് എന്ന് വരുമോ? വൈ ഡിഡ് യു, ഞാൻ പറഞ്ഞില്ലേ, ഡിഡ് വരുമ്പോ ഇതേ വരത്തുള്ളൂ, ഈ ഡ്രൈവ്. വൈ ആർ യു ഡ്രൈവിംഗ് ഫാസ്റ്റ് എന്ന് ഓക്കെ. വരും. നമ്മുടെ രണ്ടാമത്തെ സാധനം ഉണ്ടല്ലോ, ഫോമാറ്റ്, അവിടെ നമുക്ക് വൈ ആർ യു ഡ്രൈവിംഗ് ഫാസ്റ്റ് എന്ന് ഫെബിൻ ചോദിച്ച പോലെ ചോദിക്കാം. ഓക്കെ. ഇല്ല, മുമ്പ് പറഞ്ഞില്ലേ ഡിഡ് യു വരുമ്പോ വെർബിന്റെ ഫസ്റ്റ്, ആ ഉം അതെങ്ങനെയാണ്? ഡിഡ് യു സീ, അല്ലെങ്കിൽ ഡിഡ് യു വാച്ച്, ഡിഡ് യു നോ, ഇത് കണ്ടോ, നമ്മൾ ഡിഡ് യു സീ, ഡിഡ് യു വാച്ച്, ഡിഡ് യു നോ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ ചോദിക്കുമ്പോ ഡിഡിന്റെ കൂടെ എപ്പോഴും നമ്മൾ ബി വൺ ഫോമേ യൂസ് ചെയ്യത്തുള്ളൂ. സീ, വാച്ച്, നോ എന്നൊക്കെ പറയുന്നത് വേർബിന്റെ, പ്രവൃത്തിയുടെ ബേസിക് ഫോം ആണ്. ഓക്കെ. അപ്പൊ ഓക്കെ നിനക്കറിയാമോ, നിനക്ക് മനസ്സിലായോ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എന്നാ ചോദിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആണ് ക്ലിയർ ആണ്. നീ കഴിച്ചോ, അതെങ്ങനെ ചോദിക്കും? ഡിഡ് യു ഈറ്റ്? വെരി ഗുഡ്. ക്ലിയർ ആയല്ലോ. നീ കഴിച്ചോ, ഡിഡ് യു ഈറ്റ് ഓക്കെ. സംതിങ്? ഓക്കെ, ക്ലിയർ ആയി. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ ഇന്ന് വെന്നും വയ്യും നോക്കുന്നുള്ളൂ, എല്ലാ ദിവസവും രണ്ടെണ്ണം വെച്ച്. ഓക്കെ. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ സ്പീക്കിംഗ് ഓക്കെ. ടാസ്ക്. ഹാവ് യു പ്രിപ്പയർഡ് യുവർ ടോപ്പിക് വിച്ച് ഐ മെൻഷൻഡ് യെസ്റ്റർഡേ? വൈ? ഒന്നും പ്രിപ്പയർ ആയില്ല. എഴുതിയായിരുന്നോ? ഞാൻ പിന്നെ ഇല്ല, എന്തേലും ടോപ്പിക് പറഞ്ഞാൽ മതി, ഞാൻ ട്രൈ ചെയ്യാം. സോ ആർ യു സിറ്റിംഗ് ഇൻ എ റൂം? യെസ്. സോ ക്യാൻ യു ടെൽ മീ വാട്ട്സ് ഇൻ യുവർ റൂം? നമ്മള് യൂട്യൂബിലൊക്കെ കാണുന്നതല്ലേ, വാട്ട്സ് ഇൻ മൈ പേഴ്സ് അല്ലെങ്കിൽ വാട്ട്സ് ഇൻ മൈ ബാഗ്. ഓക്കെ. അപ്പൊ അതുപോലെ വാട്ട് ഇസ് ദയർ ഇൻ യുവർ റൂം? ഒബ്ജക്ട്സുകൾ എന്തൊക്കെയാണ്, സെറ്റിംഗ്സ് എവിടെയൊക്കെയാണ്, ഓക്കെ. അങ്ങനെ. അല്ലെങ്കിൽ ഒരു വീടാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡിസ്ക്രൈബ് യുവർ ഹോം. ഓക്കെ. ആ
എന്ന് വെച്ചാൽ Okay. ആദ്യം ഒരു എന്താ ഹാൾ ഉണ്ട്, അതിനുശേഷം there are two bedrooms, കിച്ചൺ, വർക്ക് ഏരിയ അടുത്തടുത്താണ്, അങ്ങനെ അങ്ങനെ. ഒന്നെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ റൂമിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാം. ഐ യൂസ് there is a Okay. മിറർ ഉണ്ട്, ഐ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എന്നൊക്കെ പറയാം. അങ്ങനെ. Okay. ആ. Mm, in my room, ഉം. actually, in our room, in one container. കണ്ടെയ്നർ. Yes. അയ്യോ, ഐ വോണ്ട് ടു നോ മോർ അബൌട്ട് ഇറ്റ്. വാട്ട് ഡസ് ഇറ്റ് മീൻ കണ്ടെയ്നർ? Yeah, because every 2 months have change location. So we have two camps, main camp and mini camp. ആ. So we are staying in caravans, container caravans. ഓക്കെ ഓക്കെ. ആ. Okay. Here have senior and junior rooms. സീനിയർ ആൻഡ് ജൂനിയർ Every റൂംസ്. senior room have, yes. സോ Every senior room bath attached, and junior have uh, 2 or 4 people staying caravans. so are you sharing your room with some people? No, no, no. I am senior person, so I have one single room Single with bath separate room. attached. Hmm. Yes, yes. Hmm. So is Then it just my like room. a normal building room? Just like a normal building room? Is this caravan set? No, no. This is like portable caravans. Okay. uh, because every 2 months we are moving to another, Place. changing locations. Changing locations. Okay. So we are staying, all crew staying in this Hmm. small camps. Mm, mm, mm. Do you love staying there? Okay. Yeah, but this only facing network issues. Oh, there are only network issues. No other issues. Yeah, because from here, a main road, we need to travel 50 kilometers. Mm, mm. So here, some areas have no range. Okay. So, are you comfortable with that room? That means you can keep all things Yes. inside that room, your normal Yeah, things. yeah, yeah. Yeah, yes. We can. One person can stay One person can comfortably. comfortably over there. Okay. So there, I think there will be no um, uh, things like as you can see in a normal room. That is, the objects will be very limited. Will the objects be Oh, limited? in my room. No, no, Uh, no. In my room have and this storage space. What is that called? Like alamara uh, Alamara, and wardrobe. okay. Hmm. Then a small hand Cabins. wash. Uh, yeah, cabins. Okay, okay. Cabins. There is a hand wash. അങ്ങനെ 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 നമ്മൾ കുഞ്ഞു പിള്ളേർ പറയത്തില്ലേ, അതുപോലെ there is a hand wash. There is Uh, like that. You can say okay. And one guy stay comfortably here. one person can. Okay. So next time you will shift to any other place. Will you shift to other place, next destination? No, actually, drilling ongoing. After 1 month, maybe I have removed. Okay, that's it. Hello? Then, Okay, come. yes, I can hear you. You are audible. Okay. Mm-mm. Okay. Mm. So have you called your parents, your mother? Uh, After your video that, is getting and we talk. കേട്ടില്ല.
Yes, I call yesterday. I called her yesterday. ഉം, Yesterday. Yes, yes. ഉം, ഉം, ഉം. Okay, then Then I talk to parents. you, Talk to them. you talked to them. നമ്മൾ ടോക്ക് എന്ന് പറയുമ്പം ഇപ്പൊ നടന്ന കാര്യം ടോക്ട്. വെൻ യു സേ സംതിങ് അബൌട്ട് ദ പാസ്റ്റ് യു ഹാവ് ടു ആഡ് ഇ ഡി അല്ലെങ്കിൽ ടി. അപ്പൊ ടോക്ക്. Okay. Okay. സംസാരിക്കുന്നുണ്ട് ഫെബിൻ. തുടക്കത്തിലേക്കാളും Ah, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. യെസ്, ഐ ക്യാൻ സീ യുവർ ഇംപ്രൂവ്മെന്റ്സ് ഇൻ സം ഏരിയ. What oh, how do you okay. evaluate yourself as a speaker right now? മനസ്സിലായില്ല എങ്ങനെയാണ്? സ്വന്തമായിട്ടൊന്ന് സംസാര രീതിയും സംസാരവും ഒക്കെ ഇപ്പൊ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു? ഹൗ ഡു യു ഇവാലുവേറ്റ്? ഞാനിപ്പം ഇപ്പൊ പറയാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ ഫസ്റ്റ് മലയാളത്തിൽ ആലോചിച്ചിട്ട് അത് ഇംഗ്ലീഷിലോട്ട് പറയുന്നു. പക്ഷേ ഇല്ലേ, നമ്മൾ തിങ്ക് ചെയ്യുമ്പോ തന്നെ ഇംഗ്ലീഷിൽ തന്നെ തിങ്ക് ചെയ്യുക. ആ, ഇന്നലെ ഞാൻ അമ്മേനെ വിളിച്ചു, ഓക്കെ. അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് തെറ്റിപ്പോകുമെന്നൊക്കെ നമുക്ക് ടെൻഷൻ വരും. അതിന് പകരം ഐ കോൾ മൈ അല്ല, മദർ. ജസ്റ്റ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇംഗ്ലീഷിൽ അങ്ങ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആ, അത് മതി. തിങ്ക് ഇൻ ഇംഗ്ലീഷ്, അത്രേ ഉള്ളൂ. ഓക്കെ. സോ what else you have to add? So did you had your dinner? Is it dinner time there? യാ, യെസ്. Okay. So what will Yeah, there 7 o'clock they will close the mess hall. mm, I so get parcel from there. so what you had for your dinner today? Today, chapati, Mm, roasted, egg curry. okay. Tomorrow at least you have to prepare that notes. I mean Okay, topics to speak. Otherwise we will be okay, like this stammering അല്ലെ? ഇടക്കിടക്ക് ഇങ്ങനെ നിൽക്കും രണ്ടുപേരും തന്നെ. എന്ത് പറയുന്നത് ചോദിക്കുന്നു ഓർത്തോണ്ട്. okay, Otherwise, okay. if you have a topic, then you can prepare notes on that. അങ്ങനെ വലുതായിട്ട് കുറെ വലിയ പേജസിലൊക്കെ ഇങ്ങനെ എഴുതണം എന്നല്ല ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഐഡിയാസ് മാത്രം മതി. Points. ഈ ടോപ്പിക്. Okay, okay. Are you interested in watching movies? How often do you go to Yes. theaters? തിയേറ്റേഴ്സിൽ ഇവിടെ പോവാറുണ്ടോ? Last time, ആ, no, I didn't get time to go theaters ആ. Which was because the movie that you saw last? last in theater, Huh? The movie that that you theater have or seen last. Last കണ്ട last time I watched ആ, theaterലാണോ? yes. Last time I watched Turbo, Mammootty's movie. Turbo. So was Turbo. it a good movie? Yeah, actually I'm a Mohanlal fan, but uh, I like it. so am I. I'm also a I like that Mohanlal movie. fan. Not Mammootty. Okay. So which is your favorite movie? Mohanlal movie. Favorite movies? Mohanlal, Ravanaprabhu, Ravanaprabhu. Okay. So and far, Drishyam. Drishyam is a different movie, right? Yeah. Yes, yes. It's the story of a common man. Common Man, yes. Ah, yes. Which has many twists and turns in that movie, isn't it? Yes, yes. Okay. Now I think we have 4 more minutes left. Do you want to add anything or want to tell something about the class? No, മനസ്സിലാകുന്നുണ്ടോ ഞാൻ okay. പഠിപ്പിക്കുന്നതൊക്കെ പറയുന്നതൊക്കെ? മനസ്സിലാവുന്നുണ്ട്. And are you applying all those things that we learned in in your daily conversation? യൂസ് ചെയ്യുന്നുണ്ടോ? യൂസ് Yes, ചെയ്യാൻ yes, sure. അങ്ങനെയൊക്കെ പറ്റുന്നത് ട്രൈ ചെയ്യുന്നുണ്ട്. അല്ല, അങ്ങനത്തെ കോണ്ടെക്സ്റ്റുകളൊക്കെ വരാറുണ്ടോ? നമ്മളിപ്പോ പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് 5 or 6 ക്ലാസ്, ഒരു വീക്ക് പോലും.
അപ്പോ അപ്പൊ നമ്മൾ ഇത്രയും നാളും നോക്കിയ ഒരു 5 ദിവസം കൊണ്ട് നോക്കിയ സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്നുണ്ടോ? ആർ യു ഏബിൾ ടു അത് പറ്റുന്നുണ്ട്. ആ ഇൻക്ലൂഡ് ദം ഇൻ ഈ യുവർ ഡെയിലി കോൺവെർസേഷൻ? കോൺവെർസേഷന്റെ ഇടയ്ക്ക് കോൺവെർസേഷന്റെ ഇടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആ, പക്ഷെ കോൺവെർസേഷന്റെ ചില ഇടയ്ക്കുള്ള മെയിൻ. സമയത്ത് നമുക്ക് ആ പറഞ്ഞു പറഞ്ഞു. അല്ല, നമ്മള് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതായിട്ടാണ് ഇതിനെ സറൗണ്ട് ചെയ്താണ് നിൽക്കുന്നത്. ഇതൊരു ഇതാണ്, ഓക്കെ ഇതൊരു ഇതാണോ, അല്ല, അല്ലേന്നും പറഞ്ഞു. പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ദിസ് ആണെങ്കിലും ദാറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇസ് ആണെങ്കിലും ആറാണെങ്കിലും ഒരു അവസ്ഥ കാണിക്കാനായിട്ടാണ്. ദിസ് ഇസ് ഇതൊരു ഓക്കെ പേനയാകുന്നു, ആണ്, ഓക്കെ, അങ്ങനത്തെ. ഇനി അതൊരു പേനയായിരുന്നു എന്ന് പറയാനായിട്ട് വാസ് ഒക്കെ വരും. പേനകളായിരുന്നു എന്ന് പറയാനായിട്ട് വേറൊക്കെ വരും. സോ ബേസിക് സാധനം ഇത് പഠിച്ചാലേ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഓക്കെ ഓക്കെ 4 മാത്രമേ നമ്മളിപ്പോ എടുത്തിട്ടുള്ളൂ. സെക്കൻഡ് യൂണിറ്റ് ആവുമ്പോൾ ഇൻ ദ സെക്കൻഡ് ലെവൽ ഓക്കെ യു വിൽ ഹാവ് ഡിഫറെന്റ് സെന്റൻസസ്. പക്ഷെ ഈ സെയിം സ്ട്രക്ചർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇസും വോസും ഓക്കെ പകരമായിട്ട് ഹാവ്, ഹാസ്, ഡസ്, ഡു അങ്ങനെയൊക്കെ വരും. അപ്പൊ ഫെബിന് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻ വരാൻ ഉണ്ട്, ഇനി വരാനുണ്ട്. ദിസ് ഇസ് ദ ബേസിക്. ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. So have you talked about this course to your parents and your siblings, that you have enrolled in a course like Yeah, language? I talked to my mother. Then I what have did she? What did take on she? a course. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? നമ്മൾ അമ്മ എന്ത് പറഞ്ഞെന്നോ? ആ നമ്മളിപ്പോ പഠിച്ചൊരു ഏഹ്, ക്വസ്റ്റ്യൻ വേർഡ് അവിടെ വരുന്നുണ്ട്. ഉം, ഏഹ്, അമ്മ എന്ത് പറഞ്ഞു? വാട്ട് what did ആ ഡിഡ് ഷീ what വാട്ട് ഡിഡ് did ഷീ she say? ആ നമ്മളിപ്പോ ഞാൻ കുറച്ച് എഴുതി Say കാണിച്ചായിരുന്നല്ലോ. ഡിഡ് യു നോ, ഡിഡ് യു സീ, അപ്പൊ എന്ത് പറഞ്ഞു? വാട്ട് ഡിഡ് ഷീ സേ എന്ന് reply പറയാം, ആണോ? വാട്ട് ഡിഡ് ഷീ റിപ്ലൈ എന്ന് പറയാം, Say. വാട്ട് ആ ഡിഡ് ഷീ സേ അല്ലെങ്കിൽ വാട്ട് ഡിഡ് ഷീ ടെൽ എന്ന് പറയാം. വാട്ട് ഡിഡ് ഷീ ടെൽ. ടോൾഡ് എന്ന് പറയത്തില്ല, സെഡ് എന്നും ഓക്കെ പറയത്തില്ല. കാരണം വേർബിന്റെ V1 ആണല്ലോ നമ്മൾ ഡിഡ് കഴിയുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. ഡിഡ് യു നോ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്, വാട്ട് ഡിഡ് ഷീ ടെൽ, എന്താണ് ഓക്കെ ഓക്കെ. അമ്മ പറഞ്ഞത്. വാട്ട് ഡിഡ് യുവർ മദർ ടെൽ. മനസ്സിലായല്ലോ? മനസ്സിലായി മനസ്സിലായി. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാൻ ടൈം ആയി അല്ലേ? ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. ക്യാച്ച് യു ലേറ്റർ ടുമോറോ. ഓക്കെ. ഓക്കെ താങ്ക് യു. ഓക്കെ. ഞാനിത് സെൻഡ് താങ്ക് ചെയ്യാം യു കേട്ടോ. താങ്ക് യു. സെൻഡ് ചെയ്തേക്കാം. ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ.